വ്യത്യസ്ത പ്രമേയങ്ങളും അവതരണവുമായി എത്തുന്ന സംവിധായകൻ നിർമ്മാതാവായി അണിയറയിൽ. ഒപ്പം മികച്ച ചിത്രങ്ങൾ നൽകുന്ന മറ്റൊരു നിർമ്മാതാവ്. മലയാളത്തിൽ ഏറെയൊന്നും വരാത്ത കഥാപരിസരം. മോളിവുഡിലെ യുവതാരങ്ങളിൽ അഭിനയം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട നടൻ. മികച്ച പ്രതികരണം നേടുന്ന ട്രെയിലറും ടീസറും പാട്ടുകളും. പറഞ്ഞു വരുന്നത് തലവര എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഒന്ന് കണ്ടു നോക്കാൻ തോന്നിപ്പിക്കുന്നതാണ് തലവരയുടെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 22-ന് തിയേറ്ററുകളിൽ എത്തുന്ന തലവരയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ കാരണങ്ങളുണ്ട്. ആദ്യം ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായ മഹേഷ് നാരായണനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ടേക്ക് ഓഫ് എന്ന ആദ്യ സംവിധാന ചിത്രം മുതൽ ഒരിക്കൽ പോലും നമ്മളെ നിരാശപ്പെടുത്താത്ത സംവിധായകൻ. എഡിറ്റിംഗിൽ പയറ്റി തെളിഞ്ഞ ശേഷം സംവിധാനത്തിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ അതിശയിപ്പിക്കുന്ന കൃത്യത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. സിയൂസോണും മാലിക്കും അറിയിപ്പും നൽകിയ സംവിധായകൻ നിർമ്മാണ പങ്കാളിയായി ഉള്ളതിനാൽ തലവരയിൽ പ്രതീക്ഷ വയ്ക്കാം. തലവരയുടെ നിർമ്മാണത്തിൽ ഭാഗമായിരിക്കുന്ന ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന അടുത്ത കാരണം. ഷെബിൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളുടെ പേര് നോക്കിയാൽ തന്നെ അക്കാര്യം മനസ്സിലാകും. ചാർലി, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, അറിയിപ്പ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഈ ബാനറിൽ വന്നതാണ്. വ്യത്യസ്തമായ റേഞ്ചിലുള്ള പലതരത്തിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഹൃദയത്തിൽ തൊടുന്ന മുഹൂർത്തങ്ങൾ ബാക്കിയാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവയിൽ പലതും. അതുകൊണ്ട് തന്നെ തലവര വരുമ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തലവരയിൽ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രവും അയാളുടെ വിറ്റിലിഗോ അഥവാ പാണ്ടുവരുന്ന സ്കിൻ കണ്ടീഷനുമാണ് പ്രധാന കഥാതന്തു എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. ചിത്രത്തിന്റെ ട്രെയിലർ പറഞ്ഞു വെക്കുന്നതും അങ്ങനെയാണ്. വിറ്റിലിഗോ ഒരുവിധമൊക്കെ കോമൺ ആയ സ്കിൻ കണ്ടീഷനാണ്. പക്ഷേ ഇതിലൂടെ കടന്നുപോകുന്ന ആൾക്കാരെ കുറിച്ച് ഇതുവരെ മലയാളത്തിൽ ചിത്രങ്ങൾ വന്നിട്ടില്ല എന്നതാണ് അറിവ്. അതുകൊണ്ട് തന്നെ തലവരയുടെ പ്രമേയത്തിൽ പുതുമയുണ്ടാകും. വിറ്റിലിഗോയെ പേരിനൊരു പുതുമയ്ക്കോ വ്യത്യസ്തതയ്ക്കോ വേണ്ടി മാത്രമാകില്ല ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഫീൽ ഗുഡ് കോമഡി ഓണറിലാണ് ചിത്രം വരുന്നത്. താൻ പുതിയ ചില അഭിനയ ശൈലികളും ബിഹേവിയർ പാറ്റേണും സ്വാങ്ങുമെല്ലാം പരീക്ഷിച്ച ചിത്രമാണെന്നാണ് അർജുൻ അശോകൻ തന്നെ തലവരയെ കുറിച്ച് പറയുന്നത്. അർജുൻ മാത്രമല്ല മറ്റൊരു പിടി മികച്ച അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. പുതിയ മലർമിസ് എന്ന വിളിപ്പേര് ലഭിച്ച രേവതി ശർമ്മ, അശോകൻ, തമിഴ് നടി ദേവദർശിനി, ശരത് സഭ, അഭിരാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി തുടങ്ങി നിരവധി പേർ ചിത്രത്തിലുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് സിനിമ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാസ്റ്റിനൊപ്പം അണിയറയിലും പ്രോമിസിംഗ് ആയ പേരുകളുണ്ട്. അർച്ചന 31 നോട്ട് ഔട്ട് ഒരുക്കിയ അഖിൽ അനിൽകുമാറാണ് സംവിധായകൻ. ഇനി ഞാനൊരു പേര് പറയാം, ഇലക്ട്രോണിക് കിളി. അടുത്തിടെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കേട്ട റീൽസുകളിൽ നിറഞ്ഞ പല പാട്ടുകളും ഒരുക്കിയ സംവിധായകനാണ് ഇലക്ട്രോണിക് കിളി. ബനാനയായിരുന്നു ഇതുവരെ അക്കൂട്ടത്തിൽ ഏറ്റവും ഹിറ്റ്. തലവരയിലെ പാട്ടുകളായിരിക്കാം ഇനി ഒരു പക്ഷേ ആ ട്രെൻഡിംഗ് ലിസ്റ്റിലേക്ക് എത്തുക. പശ്ചാത്തല സംഗീതവും ഇലക്ട്രോണിക് കിളി തന്നെയാണ് ഒരുക്കിയത്. കാസ്റ്റ് ആൻഡ് ക്രൂവും ഇതുവരെ പുറത്തു വന്ന ടീസറും പാട്ടുകളും തലവരയിൽ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ടെന്ന പ്രതീതി നൽകുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 22-ന് തലവര തിയേറ്ററുകളിലെത്തും. തലവരയുടെ തലവര എന്താകുമെന്ന് അപ്പോൾ അറിയാം.